അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും. ഏതായാലും അത് അനുസ്മരിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം ഇറ്റ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇറ്റയുമായി സഹകരിക്കുന്ന സംഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നയാളാണ് VS. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ വ്യക്തിപരമായി എനിക്ക് നല്ലൊരു ബന്ധം, വ്യാപകമായിട്ടൊരു ബന്ധമല്ല, എപ്പോഴും നല്ലൊരു ബന്ധം എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്തായിരുന്നു VS എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന എവിടെയായാലും, ഏത് രാഷ്ട്രീയത്തിലായാലും, ഏത് സാമൂഹ്യ സ്ഥിതിയിലായാലും VS ഒരു ആശ്വാസമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എൻ്റെ സ്വന്തം പ്രവർത്തനങ്ങളിൽ തന്നെ, എൻ്റെ അനുഭവങ്ങളിൽ തന്നെ. അതുകൊണ്ടത് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ഞാൻ ഒരൊറ്റ സൂചന മാത്രം പറഞ്ഞുകൊണ്ട് ഇനി വരുന്നവർക്കും പറയാനുണ്ടാവും. ഒറ്റ സൂചന മാത്രം പറഞ്ഞു പോവാണ്. എൻ്റെ ജീവിതത്തിൽ നിരവധി അഴിമതികൾക്കെതിരെ പോരാടിയ ഒരാളാണ്. ഇപ്പോഴും ആ പോരാട്ടം തുടരുന്നുണ്ട്. അത് ആരുടെയും തിട്ടൂരപ്രകാരമൊന്നുമല്ല, സ്വന്തം മനസാക്ഷിയോടുള്ള കടമ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. അതിന് വലിയൊരു അഴിമതി കേരളത്തിൽ നടന്ന ഒരു 100-300 കോടി രൂപയുടെ അഴിമതി. അതിൻ്റെ കഥകളൊന്നും ഞാൻ പറയില്ല, കാരണം അത് ചിലപ്പോൾ പൊളിറ്റിക്കലൈസ് ചെയ്ത് പോകാം. അതുകൊണ്ട് ഈ വേദി ഞാൻ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അഴിമതിയെക്കുറിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി അന്വേഷണം നടത്തി വിജിലൻസിൽ കേസും കൊടുത്തു. ആ കേസ് കൊടുത്ത് വിജിലൻസ് കേസ് കൊടുത്തപ്പോൾ മഹാരഥന്മാരാണ് അപ്പുറത്തുള്ളവർ മുഴുവൻ. 100 കോടിയുടെ അഴിമതി ഒരു പ്രോജക്റ്റിൽ നടക്കണമെങ്കിൽ നിസ്സാരന്മാരല്ല അപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോഴും അവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ അവസാനം കേസ് കൊടുത്ത എന്നെ പ്രതിയാക്കി, മറുപക്ഷം ഇങ്ങോട്ട് കേസ്. പട്ടികജാതിക്കാരനായിട്ടുള്ള ഇതിലെ പ്രധാന പ്രതി അയാളെ പട്ടികജാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ച് പട്ടികജാതി കമ്മീഷൻ മുമ്പാകെ ഒരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിൽ എന്നെ കമ്മീഷൻ വിളിപ്പിച്ചു. ഞാൻ കമ്മീഷനിൽ പോയി ചർച്ചയൊക്കെ നടത്തി. പക്ഷേ ഒരു കാരണവശാലും കമ്മീഷൻ എടുക്കാൻ പാടില്ലാത്ത തീരുമാനം. കാരണം വിജിലൻസിലൊരു കേസുള്ളപ്പോൾ കമ്മീഷൻ ഈ കേസ് എടുക്കാൻ തന്നെ പാടില്ല. എങ്കിൽ പോലും എന്നെ ശിക്ഷിച്ചു. എനിക്കെതിരെ ശിക്ഷ പറഞ്ഞ് DGPക്ക് വിധി കൊടുത്തു. എനിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റും. ആ സമയത്ത് ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാർ കൊടുത്ത് അതിനെ സ്റ്റേ മേടിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പരമാവധി എനിക്ക് പരിചയമുള്ള എല്ലാ ആളുകളെയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ പോലും അത് നടപ്പാക്കില്ല. ആ ഒരു സമയത്ത് ഇതിലെ പ്രധാന പ്രതിയെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് അതിൻ്റെ ബോർഡ് അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആപത്തിനെ സംബന്ധിച്ചാണ്. പിന്നെ ആര് രക്ഷിക്കാനുണ്ട്? ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ, ഈ സമരമൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരു പിൻബലം വേണമല്ലോ എന്നുള്ളത്. ഇത് ആലോചിച്ചപ്പോഴാണ് അവസാനം എൻ്റെ തിരുവനന്തപുരത്തുള്ള സുഹൃത്ത് പറഞ്ഞത്, നമുക്ക് VSനെ ഒന്ന് പോയി കണ്ടാലോ, സഖാവിന് പരിചയമുള്ളത്. എന്നെ പരിചയമുണ്ട്, ഇനിയിപ്പോൾ പരിചയമുണ്ടോ അറിയില്ല. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നെ അറിയുകയും ചെയ്യും, കണ്ടാലും അറിയാം അദ്ദേഹത്തിന്. അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി VSൻ്റെ വീട്ടിൽ, അന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനാണ് VS. അങ്ങനെ VSൻ്റെ വീട്ടിൽ പോവാം. VSൻ്റെ വീട്ടിൽ പോയ സമയത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ആദ്യത്തെ LDF 2 ഗവൺമെൻറ് ആയല്ലോ, ആദ്യത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ആ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ചെന്നിട്ടുണ്ട്. ഇങ്ങനെ മലപ്പുറത്തുനിന്നൊരു സഖാവ് വന്നിട്ടുണ്ട്, തിരുവനന്തപുരത്തുള്ളൊരു സഖാവുണ്ട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ അവിടെ ഇരുന്നു. ആ സമയത്തും അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. സംസാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു ഇടയ്ക്ക്. എന്നാലും പരിചയം ഭാവിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇദ്ദേഹത്തൊന്നും കേൾക്കുന്നില്ല, ഉറങ്ങുകയാണല്ലോ ഇരുന്നിട്ട്. ഇദ്ദേഹത്തൊന്നും കേൾക്കുന്നില്ല, വെറുതെ വന്നത് എന്നുള്ള ആൾക്ക് വയ്യാതെ എന്നുള്ളൊരു തോന്നൽ. ഇതൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ആരാണ് അതിൻ്റെ മന്ത്രി? അപ്പോൾ പറഞ്ഞു ഇന്നെ ആളുകളാണ്, മാത്യു തോമസ് ആണ് ഇപ്പോൾ അത് കാര്യത്തിൽ. അപ്പോൾ ഒരു PA വിളിച്ചിട്ട് മാത്യുവിനൊന്ന് വിളിച്ചത്, ആ ഫോണെടുത്ത് വിളിച്ച് ഞങ്ങളുടെ മുന്നിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, മലപ്പുറത്തുള്ള സഖാവും തിരുവനന്തപുരത്തുള്ള സഖാവും വന്നു, അവർ സത്യസന്ധരും അഴിമതിക്കെതിരെ പോരാടുന്നവരാണ്. അവർ പറയുന്നത് കളവാൻ വഴിയില്ല. അതുകൊണ്ട് ഇത്തരം ഒരു സംഭവമുണ്ട്. ആ സംഭവം അദ്ദേഹം, ഞാൻ പറഞ്ഞ സംഭവം കംപ്ലീറ്റ് അദ്ദേഹം അവരോട് വിശദീകരിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും അത്തരം ഒരു അഴിമതിക്കാരനെ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരാൻ പാടില്ല. വന്നാൽ ഞാനാവും അതിനെതിരെ സമരം ചെയ്യുക. അതുകൊണ്ട് നടപടിയെടുക്കണം. മാത്യു തോമസ് ഒരു ആലോചനയില്ലാതെ മറുപടി പറഞ്ഞു. സഖാവ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ അതിന് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇതൊരു സൂചന മാത്രമാണ് പറഞ്ഞത്, നിരവധി സൂചന